അമ്മ സംഘടന ഒപ്പുവെച്ച സ്പോൺസർഷിപ്പ്. അതിനകത്ത് അൻസിബയ്ക്ക് എതിർപ്പ് ഉണ്ടായത് കാരണം അൻസിബയെ പോലീസ് കേസിൽ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചു. എന്തിന്റെ പേരിൽ? അൻസിബ ലക്ഷ്മിപ്രിയയ്ക്ക് ഒരു മെസ്സേജ് അയച്ചതിന്റെ പേരിൽ. ആളിനെ നമുക്ക് മനസ്സിലായി. ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. തട്ടിപ്പാണല്ലേ? ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഡിസംബറിൽ, അതായത് ഈ പരാതി പോകുന്നത് ജനുവരിയിൽ ആണ്. ജനുവരി ഞാൻ ഈ മതസ്ഥാപനം എന്നല്ല, ഒരു മതസ്ഥാപനവും മതചിഹ്നവും അമ്മയിൽ കയറരുത് എന്ന് പറഞ്ഞതിന് ശേഷം ആണ് എനിക്കെതിരെ പരാതി വന്നത്. പക്ഷെ അതിന്റെ ഒരു മാസം മുന്നേ ഞാൻ ഈ വനിതാ എക്സിക്യൂട്ടീവ് മെമ്പർക്ക് ഒരു അയച്ച മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത് ദുബായ് പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, എന്റെ ഒരു ഫ്രണ്ട് കണ്ടു. ഈ ഒരു മെസ്സേജ് കാരണം ഇതിനാണോ പരാതി കൊടുത്തേക്കുന്നത്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എനിക്കത് ഓർമ്മയില്ല. ഓർമ്മശക്തി കുറയും, പ്രായമായവരല്ലേ. വലിയ ചന്ദനാദി എന്ന ബെസ്റ്റാ. സീരിയസ്ലി? ദുബായ് പോയപ്പോ ഫോട്ടോ എടുത്തപ്പോ എന്റെ ഫ്രണ്ട് കണ്ടു. എന്താണ് ഇത്? ഈ മെസ്സേജ് കാരണം ഇവരുടെ കുടുംബം എങ്ങനെയാണ് തകരുന്നത്? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഡൊമസ്റ്റിക് വയലൻസ് നടന്നത്ര ഒരു മാസം കഴിഞ്ഞിട്ട് ഡൊമസ്റ്റിക് വയലൻസ് നടന്നു. അവർക്ക് മുറിവുകളുണ്ട്, പാടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഭർത്താവും അവരും തമ്മിൽ ഡൊമസ്റ്റിക് വയലൻസ് ഈ മെസ്സേജ് കണ്ടിട്ട് ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ഡിസംബർ 10 രാത്രിയിൽ അൻസിബ ഹസൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിന് മറുപടിയായിട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അൻസിബ എന്താണ് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ചു ഞാൻ ആ കുട്ടിയെ വിളിക്കുമ്പോൾ ഐ വിൽ കോൾ യു ലേറ്റർ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. എന്റെ കുടുംബജീവിതം ഒരു മോശമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ ജനുവരി ഒരു മധ്യത്തോടു കൂടിയിട്ടാണ് എന്നാണ് എന്റെ ഓർമ്മ. അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. നീ നന്നാവില്ല, അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. പരാതി കൊടുക്കുന്നത് അതിൽ ഈ പറയുന്ന മതമോ വർഗീയതയോ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. അൻസിബയുടെ ഒരു മെസ്സേജ് കാരണം ലക്ഷ്മിപ്രിയയുടെ കുടുംബത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കുടുംബ വഴക്ക്. കൊള്ളാം, ബെസ്റ്റ് കുടുംബം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇതിന്റെ പേരിൽ അൻസിബയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. സ്റ്റേഷനിൽ വെച്ച് നടന്ന കാര്യങ്ങൾ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് എസ് ഐ എന്നോട് പറയുന്നത് അൻസിബ ചെയ്തത് വലിയ തെറ്റാണ്. അൻസിബ ഈ മെസ്സേജ് അയച്ചത് കാരണം ഈ സ്ത്രീക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി ഈ സ്ത്രീക്കാണ് അയച്ചത്. ഈ സ്ത്രീയുടെ പേഴ്സണൽ മൊബൈലിലേക്ക് അയച്ച മെസ്സേജ്. അത് ഞാൻ അയച്ച മെസ്സേജിന് റോങ് ആയിട്ടുള്ള ഒരു അർത്ഥം എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. അതോ ഇത് കള്ള ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. 3 മണിക്കൂർ അവിടെ ഇരുത്തി ഹരാസ് ചെയ്തു. നീനാക്കുറുപ്പ് ചേച്ചിയെ പണ്ട് ഒരു മെമ്പർ അശ്ലീല വാക്കുകളും തെറി വിളിക്കുന്നതും പ്രാക്കിടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഓഡിയോ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതുപോലത്തെ സാധനം ഈ ഇതുപോലത്തെ വാക്കുകളാണ് ഈ എക്സിക്യൂട്ടീവ് മെമ്പർ എസ് ഐയുടെ മുന്നിൽ നിന്നിട്ട് എന്നെ പറയുന്നത്. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? എസ് ഐയുടെ മുന്നിൽ വെച്ചിട്ട് ലക്ഷ്മിപ്രിയ ആ രീതിയിൽ അൻസിബയോട് സംസാരിക്കണമെങ്കിൽ നല്ല ബന്ധം എസ് ഐയുമായിട്ട് ഉണ്ടാവണം. അറിഞ്ഞു വെച്ചുള്ള കളിയാവാനാണ് സാധ്യത. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ഇനി ഈ പ്രശ്നത്തില് ഈ ബ്രോക്കർ വില ഒരു തീരുമാനം പറയാം. ഇന്നത്തോടു കൂടി ഞാൻ ഈ ഫീൽഡ് വിടാം.